ഇന്ദിരാ ഇത് പേ പോണ ഹലോ ഹെഡ്സെറ്റ് ഒന്നും കേൾക്കുന്നില്ലേ? ഞാൻ യൂട്യൂബറാണ് ബ്രോ, എന്നെ അറിയോ? സുഖമാണോ ബ്രോ? ഞാൻ യൂട്യൂബറാ, എന്നെ അറിയോ? യൂട്യൂബറോ? ആ ഇവിടെ സബ്സ്ക്രൈബറാ. This is my channel name, bro. Subscribe, support me. ഓ Channel name, സൗണ്ട് support ചെയ്യണം. ഒരു സെക്കൻഡേ, ഇതെന്റെ സ്ക്രീനിന്റെ channel സൗണ്ട് ഒക്കെ അവിടെ വെക്കല്. കണ്ടോ? ആ ഹലോ, എന്താണ്? അതെന്റെ ചാനൽ നെയിം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ചെറിയ പ്രശ്നമുണ്ടായി. നെറ്റ് ഇല്ലല്ലേ? ഈ സമയത്ത് നല്ല ആൾക്കാരുണ്ട്. ഈ യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് ഈ സമയത്ത് കൂടുതലായിട്ട് കിട്ടിയായിരുന്നു. ഇതുവരെ കിട്ടിയില്ല. ഞാൻ ഇപ്പൊ കൊറേ പേരെ കിട്ടി. ഇതുവരെ എനിക്ക് ആരും കിട്ടിയില്ല. ചെറിയ യൂട്യൂബേഴ്സ് അല്ല. എന്റെ സൗണ്ട് വരുന്നുണ്ടോ? എന്നാ ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ ഓക്കെ. ഇത് നോക്കടാ. തമ്പി ഹലോ, ഹലോ, ഹലോ. Hi bro. Where from, bro? No, Tamil Nadu bro. Can you hear me? Bro, I am YouTuber. Do you know me? No, sorry. It's my channel name, bro. Ashwin KP. Okay, let me check. Are you doing live, bro? Currently? No, bro. BGMA player. Yeah. Yeah. Done. Got it. What are you doing, bro? Here. Bro, I am just recording and just so many content, bro. Oh, okay. Just, I'm going, bro. Okay. അതെ ചേച്ചിനെ വിളിച്ച സോറി ഇവിടെ ചേച്ചി വന്നിട്ട് ചേച്ചിയെ സംസാരിക്കാൻ പോയപ്പോ ചേച്ചി ബായി പറഞ്ഞിട്ടു. അപ്പൊ അവിടെ പറഞ്ഞായിരുന്നു ഞാൻ യൂട്യൂബറാ, എന്നെ അറിയോ? യൂട്യൂബറാ? സ്ട്രീമറാണ്. ആകെ മോന്റെ കൊട്ടിപ്പിടിച്ചു. Subscribe, support me.
ചേട്ടനൊന്നും കണ്ടിട്ടില്ല. അശ്വിൻ കേപ്പി അടിച്ചു നോക്കണി കണ്ടിട്ടില്ല കേട്ടോ. ചേട്ടൻ നിങ്ങളെന്ത് പഠിക്കുവാണോ അതോ ഹോസ്റ്റലിലാണോ എവിടെ? നിങ്ങൾ പഠിക്കുന്നു. എത്ര വയസ്സുണ്ട്? ഞങ്ങൾ 4. എന്തോ കേൾക്കുന്നില്ല. എന്റെ ചേച്ചി എത്ര പേരുണ്ടെന്നാണ്? എത്ര വയസ്സുണ്ടെന്ന്? ഏജ് 19. വേറെ ആരൊക്കെ ഉണ്ട്? അടുത്ത എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോ 2 പേര്. ചാനൽ കണ്ടോ? എന്തോ? ചാനൽ കിട്ടിയോ? ഇല്ലില്ല. Bro, why from bro? Bro, don't say that. ആരുമില്ലല്ലോ. ആരെയും കിട്ടിയില്ലേ? ആരെയും കിട്ടിയില്ലേ? നല്ല ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ? ഞാൻ സ്കിപ്പ് അടിച്ചു പോകും. അല്ലാതെ സ്കിപ്പ് അടിക്കില്ലേ ഞാൻ അടിച്ചടിച്ചടിച്ചു പോകും. ഞാൻ യൂട്യൂബർ ആണെന്ന് വിചാരിച്ച് എല്ലാരും പേടിച്ച് ഓടിപ്പോകും. എനിക്ക് ചിലവരെ സംസാരിക്കുന്നുള്ളൂ. അതാ ചിലവർക്കെല്ലാം പേടിയാ ലൈവ് സ്ട്രീമിങ് വല്ലതും ആണോ, സ്ട്രീം ആണോന്ന് പേടിച്ചിട്ട് എല്ലാരും പോവാന്ന്. കേക്കുന്നില്ല. സ്ട്രീം ആണോന്ന് പേടിച്ചിട്ട് എല്ലാരും പോവാ, വീഡിയോ എടുക്കുവാണോ എന്ന് അവരുടെ. വീഡിയോ എടുക്കുവാണോ? അല്ല, ലൈവ് പോവല്ല. എന്നാ ഞാൻ കറങ്ങിട്ട് വരാം, നല്ല ഫ്രണ്ട്സിനെ ഒപ്പിച്ചിട്ട് വരാം. Music camera. ഹലോ, ഇന്ത്യക്കാരല്ലേ? ഹലോ ഹലോ ബ്രോ. കിട്ടിയില്ലേ? ഞാൻ യൂട്യൂബർ, എന്നെ അറിയോ? This is my channel name. Subscribe, support me.
I am from Tiruvalla. You are from? What your Instagram ID? I am from Tiruvalla. Can you hear me? Oh, ഇത് fake വല്ലതും ആണോ ആർക്കറിയാം. ഞാൻ യൂട്യൂബർ ആണോ ബ്രോ? എന്നെ അറിയോ? This is my channel name, bro. Subscribe, support me, bro. Nashim Kerala police sorry. Hello, Shashi Yadav. Bro, SRMIT. ഹലോ ഹായ് ഷസാം. ഷസാമും അർജു മിക്സ് ആയ പോലെ ഉണ്ട്. ബ്രോ ഞാൻ യൂട്യൂബർ അതെ അതെ ഓക്കെ ഞാൻ പറയാം. ഹലോ സപ്പോർട്ട് ചെയ്യണം. സ്ട്രീമിംഗ് അല്ലല്ല എന്നാ കുഴപ്പമില്ല. അശ്വിൻ കെ പിയാ നിനക്ക് ഞാൻ സെർച്ച് ചെയ്തു. എടാ അശ്വിൻ കെ പി നോക്കിയാ നിനക്ക് വരുന്നൊരു ചങ്ങനെ നോക്കുന്നുണ്ട്. ഇൻസ്റ്റാ ഐഡി അല്ല യൂട്യൂബിൽ യൂട്യൂബ് അത് കോൾമി ഷസാമിന്റെ ഒരു കട്ടുണ്ട് കേട്ടാ. ആൾക്കാരെല്ലാം പറയാം. ഷസാമും അർജു മിക്സ് ആയതാണ്. ഷസാം ഇങ്ങനെയല്ലല്ലോ. സ്ട്രീമിംഗ് അല്ല കൈവാറ്റിക്കോ. എന്തായാലും എനിക്ക് പേടിയാണ്. നാളെ ഏതെങ്കിലും വീഡിയോയിലുണ്ടെങ്കിൽ നാളെ ഇല്ല ഞാൻ അത്ര ഫേമസ് യൂട്യൂബർ അല്ല. ഇട്ടുകഴിഞ്ഞാല് ചാനൽ കാണും. കണ്ടോ ചാനൽ നോക്കാം ബ്രോ. അശ്വിൻ കെ പി റേഞ്ച് കുറവാണ്. ലേശം റേഞ്ചിന് പ്രശ്നമുണ്ട്. 6.6K സബ്സ്ക്രൈബർ, 10K വീഡിയോസ്. അപ്പൊ ഇതെല്ലാം ഇട്ടുവിടുവേ. 10,000 വീഡിയോല. ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാം. നിങ്ങൾ യൂട്യൂബ് വരുന്നതിന് മുമ്പേ വീഡിയോ ഇടുന്നുണ്ടോ? ഇഷ്ടം എത്ര വർഷമായി? കുറെ വർഷമായി. പല കണ്ടില്ല. ഒരു കണ്ടിട്ടില്ല ഇങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ. ഓക്കെ ബ്രോ. മച്ചാനെ സ്കിപ്പ് അടിക്കില്ല കാര്യം പറഞ്ഞോട്ടെ. പറ മച്ചാനെ വേറെ ഒന്നല്ല ബ്രോ, എന്റെ കോളേജിൽ ഒരു പാട്ടിന്റെ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. സോ ഞാൻ അത് ബേസ് ചെയ്തിട്ട് ഒരു പാട്ട് റീലാക്കി ഇട്ടിട്ടുണ്ട്. മച്ചാന് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഐഡിയ തന്ന ഒരു ജസ്റ്റ് ഒരു ലൈക്ക് കമന്റ് ഒരു പാട്ട് ചെയ്യാൻ പറ്റുമോ? പിൻ ചെയ്ത് വെച്ച പാട്ടിന്. ബ്രോ യൂട്യൂബർ ആണോ? യൂട്യൂബർ അല്ല ബ്രോ, ഞാൻ ആർട്ടിസ്റ്റ് ആണ് ബ്രോ. പാട്ട് മാത്രമേ പാടുള്ളൂ, സ്ട്രീമർ അല്ല. പാട്ട് പാടാൻ എന്തൊക്കെ അറിയാം? ഏതൊക്കെ പാട്ടറിയാം ബ്രോ? പാട്ടുകൾ കുറെ അറിയാം, പക്ഷെ ഞാൻ അറിയുന്ന പാട്ട് പാടാനാണെങ്കിൽ ഞാൻ അറിയുന്ന ഒരു പാട്ട് ഞാൻ ബ്രോയ്ക്ക് പാടുതരാം. വേണോ? അല്ല എത്ര ഏത് പാട്ടാണോ? ബ്രോ ഞാൻ ഇൻസ്റ്റയില് ബ്രോ ഉള്ളത് അനുരാഗത്തിന് വേണ്ടിയൊരു പാട്ടാണ് ബ്രോ. ഒരു കോൺടെസ്റ്റ് ആണ്, അതിൽ ലൈക്കാ കൂടുതൽ വേണ്ട ബ്രോ. അപ്പൊ ഞാൻ വേറെ യൂട്യൂബേഴ്സിനൊക്കെ പാടി കൊടുത്തിട്ടുണ്ടോ ബ്രോ? ഞാന് അറിയാതെ വന്ന് പെട്ട് കുറച്ച് പേരോട് പാടി പോയിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് പോയിട്ടില്ല അങ്ങനെ. കാരണം ഞാൻ കുറെ മുന്നേ ഞാൻ കയറിയതിനു ശേഷം പിന്നെ ഞാൻ കയറുന്നത് ബ്രോ ഈ ടൈമിലാണ്. കാരണം എന്റെ ഈ കോൺടെസ്റ്റ് നടക്കുന്നതുകൊണ്ട് മാക്സിമം ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്
ഇവിടെ വന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കുകയാണ്. അങ്ങനെ ബ്രോ കയറിയതാണ്. അല്ലാതെ അതിന് മുന്നേ ഞാൻ കയറുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒരു ഡിസംബർ നവംബർ ടൈമിൽ ഞാൻ കയറിയിട്ടുണ്ട്. അന്നേരം ഞാൻ കുറെ പേർക്ക് അത്യാവശ്യം പാടി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ അറിയാണ്ട് പാടി കൊടുത്താണ്. ഏത് യൂട്യൂബേഴ്സ് ആണെന്ന് അറിയാണ്ട് പാടി കൊടുത്തു പോയതാണ്. റീച്ച് കിട്ടിയിട്ടുണ്ടോ? ഇല്ല ബ്രോ അങ്ങനെ റീച്ച് എനിക്ക് അറിയത്തില്ല. എന്റെ ശ്രദ്ധയിൽപ്പെടാത്തയാണെന്ന് അറിയത്തില്ല, വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ബ്രോ. അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതാണ് ചോദിച്ചത്. ബ്രോ ഇത് പേടിക്കണ്ട. ഇത് ഞാൻ ജസ്റ്റ് എന്റെ മറ്റേ പാട്ടിന്റെ റെക്കോർഡ് ചെയ്യാനും മറ്റേ സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം മേടിച്ചതാ. ഞാൻ പണ്ട് ഗെയിം കളിക്കായിരുന്നു, പബ്ജി കളിക്കായിരുന്നു. ഞാൻ പബ്ജി കളിക്കും, ബാലറ്റിന് കളിക്കും, പിന്നെ അങ്ങനെ കുറെ ഗെയിം കളിക്കും. പക്ഷെ ഞാൻ ബ്രോ പബ്ജി നിർത്തി ബ്രോ. ബോറായി ബ്രോ. നമ്മുടെ പണ്ടത്തെ വൈബ് സത്യം ബ്രോ, സത്യം. എന്ത് പറയാനാണ്. കാരണം വെച്ചാല് ഈ നമ്മുടെ കൊറോണ ടൈം എന്ന് പറയുമ്പോ ബ്രോ ഒരു സ്വർഗമായിരുന്നു. അന്നെന്ന് പറഞ്ഞാല് നമ്മള് ഒരു സ്കോഡായി നിന്ന് അശ്വിൻ KP. ഓക്കെ ബ്രോ സ്ട്രീമിംഗ് ആണോ? എടേ എന്തെന്നടേ നീ എന്നെ ഇങ്ങോട്ട്. ഓക്കെ ബ്രോ ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ബ്രോ. ഒരു സെക്കൻഡ് പോലെ. ഇതാണോ? അത് തന്നെ. ഓ ജിമ്മനാണോ? അത്രേ ഉള്ളൂ, നമ്മള് ജിമ്മാണ് ബ്രോ. എത്ര പേരെ കിട്ടി ബ്രോ? ഏകദേശം ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞു ബ്രോ, ഏകദേശം ഞാൻ ഈ പനിക്ക് ഇറങ്ങിയിട്ട് ബ്രോ ഏകദേശം 5 ദിവസമായി. 5 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു എങ്ങനെയും 100-300 ലൈക്ക് വെച്ചിട്ടുണ്ടാവും. ബ്രോ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല ബ്രോ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല പാട്ടോ പാടുവോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലായോ? വേറെ പയ്യനകത്ത് റാപ്പിഡ് സോങ് ഇറക്കി കണ്ടായിരുന്നോ? ഒരു പാടി തരുന്ന ഒരു പയ്യൻ റാൻഡമായിട്ട് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കണ്ടിട്ടുണ്ട് ബ്രോ. ചിലപ്പോ കണ്ടാ മനസ്സിലാവും, എനിക്ക് അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല. പുള്ളി നല്ല സ്വന്തമായിട്ട് എഴുതിയിട്ട് പാടുന്ന റാപ്പിഡ് തന്നെ അതിനകത്ത് പാടിക്കും. ഏതായത് ആ പാട്ടിന്റെ വരി പറയാൻ പറ്റുമോ? ഓർക്കുന്നില്ല. പുതിയതായിട്ട് അങ്ങനെ എഴുതിയാ പയ്യൻ, എഴുതി പാടി 2 പാട്ടം കണ്ടാന്ന് തോന്നുന്നു. പാടി കേൾപ്പിക്കും. ഇതിനകത്ത് ഒമേഗളി വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അറിയോ ഒന്നാമത്തെ വെച്ചാല് ഞാൻ ഇങ്ങനെ ഒരാളെ ശ്രദ്ധിച്ചു പോവാത്തോണ്ട് ഞാൻ അറിയോ ആരെ വന്നാലും ഞാൻ സ്കിപ്പ് അടിക്കില്ല. ഞാൻ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ബ്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കും. അപ്പൊ അവര് സ്കിപ്പ് അടിച്ചു പോരാ. എന്തോ ബ്രോ ഗേൾസിനെ കിട്ടിയിട്ട് ബ്രോ എല്ലാരും സ്കിപ്പ് അടിച്ച ബ്രോ. ഇത് കണ്ടിട്ടേ അത് യൂട്യൂബില് അവർ ലൈവ് ചെയ്യാണ്, അവരുടെ മോന്ത എക്സ്പോസ് ആവുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു പോക്കും പോവാണ്. പിന്നെ നിന്നിട്ടുണ്ട് ബ്രോ, കുറച്ച് പേര് നിന്നിട്ടുണ്ട്. ഞാൻ ബ്രോ പറഞ്ഞു സ്കിപ്പ് അടിക്കുക പറയുമ്പോൾ അവർ ആ ക്യൂരിയോസിൽ നിന്നിട്ടുണ്ട്. പക്ഷെ ചിലവരെന്ത് ചെയ്യില്ല, എന്റെ വാ തുറക്കുന്നതിന് മുന്നേ അവർ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഗേൾസ് ഒന്നും അങ്ങനെ സംഭവമൊന്നുമില്ല. ആര് കിട്ടിയാലും നമുക്ക് ആവശ്യം എന്താണ്, നമുക്ക് മാക്സിമം സപ്പോർട്ട് ആക്കാം. കാരണം തന്നെ നമ്മുടെ ഒരു കോൺടെസ്റ്റ് ആണ്, മാക്സിമം ലൈക്ക് കിട്ടണം. അപ്പം അതിപ്പോ ആരായിരുന്നാലും ആര് ചെയ്താലും നമുക്കത് സപ്പോർട്ടാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ബ്രോ എന്ത് ഗേൾസ് എന്ത് ബോയ്സ് കണ്ടന്റ് എന്തോ പഠിക്കണം. ഞാൻ പഠിക്കുകയാണ്. ഞാൻ BCA പഠിക്കാം ബ്രോ. BCA കമ്പ്യൂട്ടർ 3rd ഇയർ ആണ്. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ നിലമ്പൂര ബ്രോ. ബ്രോ എവിടെയാണ്? തിരുവല്ല ബ്രോ. വലിയ സ്ഥലം, നമ്മുടെ മെയിൻ നാടാണല്ലോ അത്. എന്റെ മെയിൻ സ്ഥലം അവിടെയാണ്, തിരുവല്ലയാണ്. വന്നിട്ടുള്ളതല്ല, എന്റെ നാട് അവിടെയാണ് ബ്രോ, തിരുവല്ലയാണ്. അതുകൊണ്ട് പറഞ്ഞ കാരണം എന്റെ ഭാഷ കേട്ടാ എനിക്ക് മനസ്സിലാവില്ല. മലപ്പുറംകാരൻ എന്തായാലും ഈ ഭാഷ കിട്ടില്ലല്ലോ. എന്റെ പേരെന്തായിരുന്നു ചോദിച്ചില്ല. അതന്നെയാണ്. സോറി ഓക്കെ അശ്വിൻ തന്നെ. സോറി ബ്രോ. ബ്രോ ഞാനെന്താ എന്താ ബ്രോ ഞാനിപ്പോ കണ്ടന്റ് ഒപ്പിച്ചോണ്ടിരിക്കോ. ഏത് മറ്റേ ഇതിനകത്ത് ആളെ പിടിച്ചിട്ടോ? ഈ സമയത്തൊക്കെ യൂട്യൂബർമാര് വേറെ കേറും. കൊറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം അല്ലേ? പക്ഷെ ബ്രോ ഒരു കാര്യം, ഇത്ര ലെങ്തി വീഡിയോ ഇടാതെ ബ്രോ ഷോർട്ട് വീഡിയോസ് ഇട്ട് റീച്ച് കിട്ടുള്ളൂ. നേരത്തെ ചെയ്യാറുണ്ട്, ഇപ്പൊ ഞാൻ നിർത്തി. ബ്രോ എന്താ പറയാ, ഈ 52 മിനിറ്റിന്റെ വീഡിയോ ബ്രോ ഇട്ടാലും അറിയാം. പ്രശ്നം അറിയോ, 57 മിനിറ്റ് ആരും കാണില്ല. അപ്പൊ ബ്രോയ്ക്ക് എന്താ വാച്ച് ടൈം കുറയുമ്പോ മാക്സിമം വ്യൂസ് കുറയും. അപ്പൊ ഖുഷി എത്തില്ല ബ്രോന്റെ വീഡിയോ വൈറലാവാൻ. അപ്പൊ ബ്രോ മാക്സിമം എന്ത് ചെയ്യും, ഒരു 2 മിനിറ്റ് അതിന് മേലെ പോകരുത് യൂട്യൂബ് വീഡിയോ. അതിനുള്ളിൽ പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ബ്രോ ഇറക്കുക, നന്നായിട്ട് കയറും. പിന്നെ ഓരോരോ ഫിലിമിന്റെ ഡയലോഗ്സ്, ഫണ്ണി ഇതൊക്കെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും, മെംസ് ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ ബ്രോ നന്നായിട്ട് ആൾക്കാർ ഇരുന്ന് കാണും. അതൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടം. ഈ 57 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പോയി പിന്നെ
അതെങ്ങനെ ബ്രോ അങ്ങനെ? ഞാനിപ്പോ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ വന്നാ? അല്ല അല്ല പിന്നെ എങ്ങനെ കിട്ടി ബ്രോ? ചിന്തിച്ചാ കിട്ടാനുള്ളേ. ഇത് ബ്രോ ലാൻഡല്ലേ? അത് തന്നെ, അതെങ്ങനെ കിട്ടി പറ. ചിന്തിക്ക് ബ്രോ, ചിന്തിച്ചാ കിട്ടും. ഞാൻ ഇവിടെ ഇട്ട് ചാറ്റിൽ ഞാൻ എന്റെ ഐഡി ഇട്ടില്ല. അയ്യോ. പക്ഷെ ബ്രോ അതെന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ബ്രോ. ഇൻസ്റ്റാഗ്രാം ഐഡി ഇട്ടത് എങ്ങനെ ഐഡി കിട്ടിയെന്ന് മനസ്സിലാകും എനിക്ക്. അതും ചിന്തിച്ചു നോക്കും ബ്രോക്ക്, കിട്ടും. മനസ്സിലായി. ജസ്റ്റ് 3 എന്നുള്ള ആ സംഭവം ഇട്ടത് മനസ്സിലായി. കാരണം ആ പേര് യുണീക്കാണ്, വേറെ അവിടെ ഇല്ല ബ്രോ. പക്ഷെ ഞാൻ പാടി ഇട്ടത് ബ്രോ എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ബ്രോ. അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. യൂട്യൂബില്ലേ? യൂട്യൂബിൽ ബ്രോ. യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, സാധനം ഇട്ടിട്ടുണ്ട്. പക്ഷെ യൂട്യൂബിൽ ഞാൻ അവിടെ ഇടുന്ന കണ്ടന്റ് ജസ്റ്റ് റീപോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ. വാച്ചോറോ ബ്രോ? എന്റെ ചാനൽ ബ്രോ ഇപ്പൊ എടുത്തു തരുന്നു. അതൊരു ഗെയിമിംഗ് ചാനലായിരുന്നു ആദ്യം. അതിന് എനിക്ക് ഏകദേശം മോണിറ്റൈസേഷൻ ആയി, ഇൻകം ഒക്കെ കിട്ടിയ ചാനലാണ്. പിന്നെ അത് എന്ത് ചെയ്തു, ഞാൻ അത് ഡ്രോപ്പ് ചെയ്ത സമയത്ത് മോണിറ്റൈസേഷന്റെ ആ ഒരു വാച്ച് അവർ എന്നുള്ളത് 365 സംഭവം കുറഞ്ഞു പോയോണ്ട് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയതാണ്. അങ്ങനെ ഡിസേബിൾ ആയ ചാനൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ഈ പാട്ടിന്റെ ചിന്ത വന്നത്. അങ്ങനെ ഞാനത് പേര് മാറ്റി കണ്ടന്റ് ഒക്കെ ഒഴിവാക്കി. പാട്ടിന് നല്ല സപ്പോർട്ട് ഉണ്ടോ ബ്രോ? പാട്ടിന് സപ്പോർട്ട് ഉണ്ട് ബ്രോ. പാട്ടിന് നല്ല ഇത് എനിക്ക് ഇപ്പൊ എന്റെ ചാനലിന്റെ ഗ്രോത്തിന്റെ ആ ഒരു ഫേസ് അനുസരിച്ചിട്ട് നല്ല സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇപ്പൊ എന്തോ പബ്ജിക്ക് ഇല്ലായിരുന്നോ ബ്രോ? പബ്ജിക്ക് എന്നുള്ള സാധനത്തിന് എനിക്ക് ഉണ്ടായിരുന്നില്ല ബ്രോ. കാരണം എന്താ വെച്ചാല് ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് നല്ല ലാഗ് ഉള്ള ഡിവൈസ് ആയിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാല് എന്റെ ലൈവ് പറഞ്ഞാൽ ഭയങ്കര ലാഗാവും. ആൾക്കാർക്ക് കാണാൻ പോലും കളിക്കുന്ന എനിക്ക് പോലും അത് കണ്ടിരിക്കാൻ പറ്റാത്ത ആൾക്കാർ കണ്ടിരിക്കും. അപ്പൊ അതേമാതിരി ലാഗ് ആയതുകൊണ്ട് എന്താണ് കാര്യം ഇതൊന്നും സപ്പോർട്ട് ആയില്ല. പിന്നെ അതെന്ത് ചെയ്തു, അങ്ങനെ പോയി. പിന്നെ കുറച്ച് പേരുണ്ട്, 10-15 പേരുണ്ടായിരുന്നു. അവര് പിന്നെ താല്പര്യം കൊണ്ട് അല്ലെങ്കിലും എന്നെ എങ്ങനെയും മോണിറ്റൈസേഷൻ ആക്കണം എന്നുള്ളൊരു ചിന്തയിൽ അവർ ആ ഒരു വാച്ചിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്തു നല്ലപോലെ. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ വാച്ച് ലൈനിൽ കയറിയത്, മോണിറ്റൈസേഷൻ ആയത്. പിന്നെ അത് എന്ത് ചെയ്തു, പബ്ജി ഓട്ടോമാറ്റിക്കലി ഒരു ബാനൊക്കെ വന്ന് കിട്ടിയപ്പോഴാണ്, മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ആയപ്പോഴാണ് ആ ഒരു ഇതങ്ങ് പോയി, ഫ്രീക്വൻസി പോയി. അപ്പൊ എന്താ പോയി, ഇപ്പം പബ്ജി ഒക്കെ സംഭവം ഒന്നും ഇപ്പൊ അത്ര മൈൻഡിൽ വരുന്നില്ല. കാരണം അതൊക്കെ ഒരു ഔട്ട് ഓഫ് ആയി.